എല്ലാവർക്കും ഫാറ്റ് ലോസ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിയോ എക്സസൈസ് ആണോ, വെയിറ്റ് ട്രെയിനിങ് ആണോ തടി കുറയ്ക്കാൻ ഏറ്റവും നല്ലത് എന്നാണ്. പലരും തടി കുറയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് കാർഡിയോ എക്സസൈസ് ചെയ്യുമ്പോഴും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴും ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഏതാണ് ശരിക്കും നല്ലത്. 2011 പ്രസിദ്ധീകരിച്ച ഒരു റിസർച്ച് പേപ്പറിൽ പറയുന്നത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബേൺ ചെയ്യുന്ന കാലറി നിങ്ങളുടെ ശരീരഭാരം അനുസരിച്ചിരിക്കും. നിങ്ങൾ തടി കൂടിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ബേൺ ചെയ്യുന്ന കാലറിയും കൂടുതലായിരിക്കും. ഈ പേപ്പർ പ്രകാരം 73 കിലോ ഉള്ള ഒരാൾ 30 മിനിറ്റ് ജോഗിങ് ചെയ്യുമ്പോൾ ബേൺ ആവുന്ന കാലറി എന്ന് പറയുന്നത് 250 കാലറിയാണ്. ഇനി നിങ്ങൾ 10 km/h 30 മിനിറ്റ് നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾ കത്തിക്കുന്നത് 365 കാലറിയാണ്. ഇനി ഇതേ ആൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണ് അരമണിക്കൂറെങ്കിൽ അയാൾക്ക് ബേൺ ആവുന്നത് 130 മുതൽ 220 കാലറി വരെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് ആ സെഷനിൽ നിങ്ങൾക്ക് കൂടുതൽ കാലറി ബേൺ ആവുന്നത് കാർഡിയോ ചെയ്യുമ്പോഴാണ്. എന്ന് വെച്ച് വെയിറ്റ് ട്രെയിനിങ് മോശം എന്നല്ല പറയുന്നത്. വെയിറ്റ് ട്രെയിനിങ്ങിന് മറ്റ് ചില എക്സ്ട്രാ അഡ്വാൻറ്റേജുകളുണ്ട്. 2010 പ്രസിദ്ധീകരിച്ച മറ്റൊരു പേപ്പറിൽ പറയുന്നത്, മസിൽ ബിൽഡ് ചെയ്യാൻ കാർഡിയോക്കാളും നല്ലത് വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. മാത്രമല്ല, മസിൽ ടിഷ്യൂ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് വരെ കാലറി ബേൺ ചെയ്യുന്നത് കാണുന്നുണ്ട്, അതായത് മറ്റുള്ള ടിഷ്യൂവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് BMR കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. 2001 ഇറക്കിയ മറ്റൊരു പേപ്പറിൽ പറയുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആണുങ്ങളിൽ 9% വരെ BMR റൈസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. സ്ത്രീകളിലാവട്ടെ ഇത് 4%. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കുറച്ച് മസിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരുപാട് BMR കൂടും എന്നല്ല, പക്ഷെ ഒരു ചെറിയ അളവിൽ BMR തീർച്ചയായിട്ടും കൂടുന്നതാണ്. മറ്റ് ചില സ്റ്റഡീസിൽ കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ്ങും കമ്പയർ ചെയ്യുന്ന സമയത്ത് വർക്കൗട്ടിന് ശേഷം വെയിറ്റ് ട്രെയിനിങ്ങിനാണ് കൂടുതൽ കാലറി ബേൺ ആവുന്നത് കാണുന്നത്. വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് 38 മണിക്കൂർ വരെ നിങ്ങളുടെ കാലറി ബേൺ ആവുന്നതാണ് കാണുന്നത്. പക്ഷെ കാർഡിയോയിൽ ഇത്തരം ബെനിഫിറ്റ്സ് ഒന്നും കാണപ്പെടുന്നതല്ല. സോ പറഞ്ഞു വരുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരിൽ BMR ഇങ്ങനെ കയറി പോകും. കാർഡിയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ് പോസ്റ്റ് വർക്കൗട്ട് കാലറി ബേൺ കൂടുതൽ. നിങ്ങളുടെ എക്സസൈസിൽ കാർഡിയോ ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.